സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞാലോ. എന്നോടൊരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട കേട്ടോ ലൈഫ് സ്റ്റോറി പറയുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ലൈഫ് സ്റ്റോറിയൊക്കെ പറയാമെന്ന്. എനിക്ക് ലൈഫ് സ്റ്റോറി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കെൻ്റെ ലൈഫ് സ്റ്റോറിയിലോട്ട് കടന്നാലോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചായിട്ടോ ഞാൻ അധികം നിങ്ങളോട് പറയാൻ പോകുന്നത്. എൻ്റെ കുട്ടിക്കാലത്തെ ലൈഫ് സ്റ്റോറി എന്തൊക്കെയാണ്, എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, എൻ്റെ ലൈഫ് എങ്ങനെയൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്ത് എന്നുള്ളതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. കിടക്കാനൊന്നുമില്ല, കടന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ എനിക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ട്, അതായത് എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് കാണിച്ചു തരാനും വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ അങ്ങനെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഉണ്ടാവുമായിരിക്കും, ആരുടെയെങ്കിലും കല്യാണത്തിന് പോയപ്പോൾ എടുത്ത ഫോട്ടോസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരുടെയെങ്കിലും ആൽബത്തിൽ കിടക്കുന്നുണ്ടാകുമായിരിക്കും. അല്ലാതെ എനിക്കിപ്പോൾ എടുത്ത് കാണിച്ചു തരാനും വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ ഫോട്ടോസൊന്നും ഇല്ല കേട്ടോ. ഞാൻ പണ്ട് തൊട്ടേ ആഗ്രഹിച്ചിട്ടുള്ളതാണ് എനിക്ക് ഫോട്ടോസ്, അതായത് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ പറയുമായിരുന്നു. അതായത് എനിക്കൊരു അറിവ് വെച്ച പ്രായം തൊട്ട് ഞാൻ പറയുമായിരുന്നു എനിക്കിങ്ങനെ ഫാമിലി ഫോട്ടോസ് എടുക്കാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഫോട്ടോസ് എടുക്കാം, നമുക്ക് ഇങ്ങനെ വാളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ നല്ല സന്തോഷമല്ലേ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു തോട്ട് എനിക്ക് എവിടെ നിന്നാണ് വന്നതെന്നും അറിയില്ല കേട്ടോ. ആ ഒരു ചിന്ത എവിടെ നിന്നാണ് വന്നത് എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനിങ്ങനെ പറയാറുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാം, ഫാമിലി ഫോട്ടോ എടുക്കാം, എന്നിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാം, തൂക്കി വയ്ക്കുകയൊക്കെ ചെയ്യാം, നമുക്ക് അങ്ങനെ കാണുമ്പോൾ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫാമിലിനോട് പറയുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. അതിനുള്ളൊരു കാരണമുണ്ട്. കാരണം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് റിയൽ ആയിട്ടുള്ള സ്റ്റോറിക്ക് കിടക്കാം, എന്താണ് കാരണം എന്നൊക്കെ. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടിക്കാലത്ത് മൊത്തവും നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛൻ്റെ ചായക്കടയിലായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്ക് ഓർമ്മ വെച്ച പ്രായം തൊട്ടേ ചായക്കടയുള്ളതായിരുന്നു. അപ്പോൾ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ചായക്കടയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മളും അവിടെ തന്നെ ആയിരുന്നു കേട്ടോ കളിച്ച് വളർന്നതും. കളിയൊന്നുമില്ല, കളിയെല്ലാം കുറവാണ് നമ്മൾ പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ ഫാമിലിൻ്റെ കൂടെ ഒന്നിച്ചായിരുന്നു. അച്ഛൻ, അമ്മ, അതുപോലെ എനിക്ക് 2 ഏട്ടന്മാരും കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെട്ടായിട്ട് വീട്ടിനകത്ത് തന്നെ ആയിരുന്നു. അത് നമുക്കൊരു വീട് പോലെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ താമസിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ കടയിൽ തന്നെ ആയിരുന്നു താമസിച്ചിട്ടുള്ളത്. നമ്മൾ കടയിൽ തന്നെ ആയിരുന്നു കുക്കിംഗ് ചെയ്യുക, ഭക്ഷണം പാകം ചെയ്യുന്നതും, അതുപോലെ വിളമ്പി കൊടുക്കുന്നതും, പിന്നെ കിടന്നുറങ്ങുന്നതും, അങ്ങനെ എല്ലാം നമ്മൾ നമ്മുടെ കടയിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക, ഞാൻ മീൻസ് അവരൊക്കെ ഇപ്പോഴും വീട്ടിലിരിക്കുന്നതുകൊണ്ട് മീൻസ് അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഞാൻ എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു വീട്ടിൽ താമസിച്ചിട്ടുള്ളത് വളരെ കുറവാട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കുറച്ച് വർഷം മാത്രം, ഒരു 5-6 വർഷം, മീൻസ് ഓർമ്മ വെച്ചാൽ ആ ഒരു പ്രായം തൊട്ട് ഞാനൊരു 5-6 വർഷം മാത്രമാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടുള്ളത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ മീൻസ് അവിടുന്ന് നമ്മൾ എന്താ പറയുക ആയിട്ട് ഒരു പട്ടാളക്കാരനൊക്കെ ആണല്ലോ നമ്മൾ. പിന്നെയും നമ്മളൊരു എന്താ പറയുക നാടോടി ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്കിപ്പോഴും എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ളൊരു വീട്ടിൽ താമസിക്കണം, കിടന്നുറങ്ങണം എന്നുള്ളത് എൻ്റെ എന്താ പറയുക ആഗ്രഹമാണ്. പക്ഷെ അത് ഇനിയും സാധിച്ചിട്ടില്ല. എന്നെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നല്ല എന്താ പറയുക ആഗ്രഹമുണ്ട് കേട്ടോ, സ്വന്തമായിട്ട് നമ്മളൊരു വീട്ടിൽ താമസിക്കണം. എന്നിട്ട് നല്ല രസമല്ലേ, ഞാൻ വീട്ടിൽ ഇരുന്ന് സമാധാനമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ സന്തോഷത്തോടു കൂടി ഞാൻ ഇന്ന് വരെ ഇരുന്നിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കാത്തതെന്നൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇനി പറയാവേ. അപ്പോൾ അച്ഛൻ്റെ ചായക്കട. അപ്പോൾ അച്ഛൻ്റെ ചായക്കടയിലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. അതായത് സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് നമ്മുടെ ചായക്കടയിലോട്ടാണ്. ചായക്കടയിൽ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ചായക്കട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കില്ലാത്ത പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ അച്ഛനെയും അമ്മയും സഹായിച്ച് അച്ഛനും അമ്മയ്ക്കും വേണ്ട ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് എന്താ പറയുക, അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ അങ്ങനെ നമ്മൾ കിടന്നുറങ്ങാനുള്ള ആ ഒരു നേരമാകില്ലേ, ഒരു 9-10 മണിയൊക്കെ ആവുന്നത് വരെ നമ്മൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കടകളിൽ തന്നെ ആയിരിക്കും. അധികവും നമ്മൾ കടയിൽ തന്നെ ആയിരിക്കും ഉറങ്ങുന്നതും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ അപ്പോൾ പാല് വന്നതായിരുന്നു കേട്ടോ. ഞാൻ പാല് മേടിക്കാൻ പോയതായിരുന്നു.
ഞാൻ എൻ്റെ അത്യാവശ്യ പണികളെല്ലാം ചെയ്ത് തീർത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വന്നിരുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അങ്കിള് പാലും കൊണ്ട് വരില്ല എന്ന്, കാരണം നല്ലപോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്കുള്ള പാലില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വരാത്തതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു കറക്റ്റായിട്ട് അങ്കിള് വന്നത്. അപ്പോൾ എന്തായാലും പാലൊക്കെ മേടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ അങ്കിളിങ്ങനെ എന്നാൽ പിന്നെ നീ വീഡിയോ എടുത്ത് കഴിയുന്നവരെ ഞാൻ ഇവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്കിള് പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റോറിയിലോട്ട് കിടന്നാലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ പണ്ടത്തെ കുട്ടിക്കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ അധികവും അങ്ങനെ എന്താ പറയുക, എനിക്ക് ഒരു ഫംഗ്ഷനും കാര്യങ്ങൾക്കൊന്നും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്കൂളിൽ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇൻഡിപെൻഡൻസ് ഡേ വരും, അതുപോലെ എന്താ പറയുക പുറത്ത് മൂവിക്കൊക്കെ കൊണ്ടുപോകായിരുന്നു കേട്ടോ, മൂവിക്ക് കൊണ്ടുപോകും. അതുപോലെ ടൂറ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ അതിനൊന്നും എനിക്കങ്ങനെ എന്താ പറയുക എന്നെ വീട്ടിൽ നിന്ന് വിടില്ലായിരുന്നു. കാരണം നമ്മുടെ കടയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പണി കിടക്കുമ്പോൾ ഞാനിങ്ങനെ കറങ്ങിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് എന്താ പറയുക സമ്മതിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഒരുപാട് അങ്ങനെ പുറം ലോകം കണ്ട അനുഭവങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന്, അതായത് പാലക്കാട്ടിൽ നിന്ന് ഞാൻ പുറത്ത് പോകുന്നതിന് ആദ്യമായിട്ടാണ്. അതും എനിക്ക് അത്രയും ദൂരം പോകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും സ്ഥലങ്ങൾ കാണാൻ പറ്റിയതിൽ എന്താ പറയുക, ഇത്രയും സ്റ്റേറ്റ് കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ആർക്കും അങ്ങനെയൊന്നും പറ്റില്ല. കാരണം എൻ്റെ ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഊട്ടി, അതുപോലെ കുറേ സ്ഥലങ്ങളിൽ ഗോവ, അങ്ങനെ ബാംഗ്ലൂർ എല്ലാം കണ്ടിട്ടുള്ള കുട്ടികളാട്ടോ. എല്ലാവരും അങ്ങോട്ടൊക്കെ കറങ്ങാൻ പോയപ്പം ഞാൻ മാത്രമായിരുന്നു ഇങ്ങനെ കറങ്ങാൻ എവിടേക്കും പോവാതെ. സ്കൂൾ കലോത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോവായിരുന്നു. പക്ഷെ ഞാൻ മാത്രമായിരിക്കും അപ്പോഴും എൻ്റെ കടയിൽ ഇരുന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പണി ഉണ്ടാവും കേട്ടോ. ഏട്ടന്മാർക്കാണെങ്കിലും ഉണ്ടാവും, ഏട്ടന്മാർ അച്ഛനെ സഹായിക്കും, അതുപോലെ ഞാനാണെങ്കിൽ അമ്മയെ സഹായിക്കും. അങ്ങനെയൊക്കെയാണ്. ഞാനാണെങ്കിൽ എന്താ പറയുക കടയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം വേണമല്ലോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കോരിക്കൊണ്ടുവരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീടുകളിൽ നിന്നൊക്കെ ആയിരിക്കും, വളരെ ദൂരത്തു നിന്നൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ വെള്ളമൊക്കെ കോരിക്കൊണ്ട് വരിക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇടുപ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിഭാഗം നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ വളർന്നിട്ടുള്ളത്. ഏട്ടന്മാരാണെങ്കിലും അച്ഛനെ ഫുൾ ടൈം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിലത്തെ സാധനങ്ങൾ, അതായത് സാധനങ്ങൾ തീരുന്ന സാധനങ്ങൾ പോയി മേടിച്ചിട്ട് വരിക, അതുപോലെ എന്താ പറയുക ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക, ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്കുള്ള വെള്ളം കൊടുക്കുക, കറി കൊടുക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ എന്താ പറയുക പണി എന്ന് പറയുന്നത് അതൊക്കെയായിരുന്നു. പക്ഷെ എൻ്റെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തേങ്ങ ചിരകി കൊടുക്കുക, അതുപോലെ നമ്മൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ്, ഉള്ളി അതൊക്കെ സെറ്റാക്കി കൊടുക്കുക, അങ്ങനെ കോഴിമുട്ട സെറ്റാക്കി കൊടുക്കുക, അങ്ങനെ എന്താ പറയുക പുഴുങ്ങിയ കോഴിമുട്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതൊക്കെ തോല് കളഞ്ഞു കൊടുക്കുക. അങ്ങനെ കുറേ പണികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പറയാൻ എന്താ പറയുക എനിക്കങ്ങനെ എന്താ പറയുക എനിക്കങ്ങനെ വലിയ സ്റ്റോറി പറഞ്ഞിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുന്നില്ല, അങ്ങനെ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് പറയാനൊന്നും കിട്ടുന്നില്ല. എന്നാലും ഞാൻ പറ്റുന്ന പോലെ ശ്രമിച്ച് നന്നായി പറയാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മുടെ ചായക്കട എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു മാധ്യമം തന്നെ ആയിരുന്നു കേട്ടോ. ചിലപ്പം നമുക്ക് എന്താ പറയുക സ്ഥിരമായിട്ട് വരുന്ന ഒരു 5-10 പേരായിരിക്കും ഉണ്ടാവുക. പക്ഷെ അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മുടെ കടയിൽ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പോവുക. അവർ നാട്ടിലത്തെ കുറേ കഥകൾ പറയും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പണിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. കാരണം വെലിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും, അതായത് നല്ല ശബ്ദത്തോടു കൂടിയിട്ടായിരിക്കും അവർ സംസാരിക്കുന്നതും അവർ പൊട്ടിച്ചിരിക്കുന്നതും. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ പണ്ടൊക്കെ പണിയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ അങ്ങനെ വന്നിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും നല്ലപോലെ ബോറടിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കടയിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ എത്ര സന്തോഷിച്ചിട്ടായിരുന്നു ഇരുന്നതെന്നുള്ളത്, അതായത് എൻ്റെ ചുറ്റും ആരെങ്കിലുമൊക്കെ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. കാരണം ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴോ, അല്ലെ പിന്നെ അച്ഛനും അമ്മയും ഉണ്ടാകും, അല്ലെ പിന്നെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചുറ്റും ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകും. പക്ഷേ എനിക്കങ്ങനെ സ്കൂളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവ് എന്താ പറയുക അത്രയും നല്ല സൗഹൃദങ്ങളും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും നല്ല എന്താ പറയുക ബെസ്റ്റ് എന്ന് പറയാനും വേണ്ടിയിട്ട് മാത്രം എനിക്കങ്ങനെ വലിയ സുഹൃത്തും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത് ചിലപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക അതും എൻ്റെ കടയൊക്കെ കാരണം തന്നെ ആയിരിക്കും. കാരണം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അങ്ങനെ പുറത്തൊന്നും പോകാനുള്ള സമയവും സാഹചര്യവും ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഫുൾ ടൈം നമ്മൾ കടയിൽ പണിയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പുറത്ത് പോകണം, ചിലപ്പോൾ എന്താ പറയുക വല്ല ബ്യൂട്ടി പാർലറിൽ പോകുമായിരിക്കും, അല്ലെങ്കിൽ ഫാൻസി സ്റ്റോറിൽ പോകുമായിരിക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ കേട്ടോ, ഫാൻസി സ്റ്റോറിലൊക്കെ പോകും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടി നടക്കും. നമ്മുടെ എന്താ പറയുക നാട്ടിൽ ഓടുന്നൊരു ബസ്സുണ്ട്, PNC ബസ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വർഷങ്ങളായിട്ട് ഓടുന്നൊരു ബസ്സാണ്. ആ ഒരു ബസ്സിലാണ് നമ്മുടെ സ്കൂളിലേക്ക്
എന്താ പറയുക, കുട്ടികൾ പോവുക. അധികവും കുറേ കുട്ടികളൊക്കെ ബസ്സിൽ പോവും, കുറേ പിള്ളേരൊക്കെ നടന്നിട്ടാണ് പോവുക. എനിക്കെന്ന് വെച്ചാൽ 2 മണിക്കൂർ നടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടോ സ്കൂളിലേക്ക്. അപ്പോൾ ഞാൻ ഓടി ഓടി നടന്ന് പോവും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണിക്ക് ക്ലാസ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ 8:41 ആയിട്ടുണ്ടാകും. അപ്പോഴായിരിക്കും നമ്മൾ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് പോവുക. അതും 1/4 മണിക്കൂർ കൊണ്ട് നമ്മൾ പെട്ടെന്ന് നടന്നെത്തുകയും ചെയ്യും. അതുപോലെ തിരിച്ചു വരുമ്പോഴും അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും, സ്കൂളിലേക്ക് പോകുന്ന സമയത്തെ അച്ഛൻ പറയുന്നുണ്ടാവും, വൈകിട്ട് സ്കൂളിൻ്റെ അവിടെയൊന്നും കളിച്ച് നിൽക്കരുത്, ഫ്രണ്ട്സിൻ്റെ കൂടെയൊന്നും കളിച്ച് നിൽക്കരുത്, പെട്ടെന്ന് വരണം, വീട്ടിൽ കുറേ പണിയുണ്ട്, അമ്മയ്ക്ക് വയ്യാത്താണ്, വേഗം വരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് സ്കൂൾ വിടാൻ നേരമാകുമ്പോൾ ആ ഒരു ടെൻഷനാണ്. അയ്യോ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമല്ലോ, ഇല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞതല്ലേ ഇങ്ങനെ പണി ചെയ്യാണ്ട് വേഗം വരണമെന്ന്. അല്ലേ പിന്നെ ഞാൻ എങ്ങനെ ഇനിയിപ്പം ഹോംവർക്ക് ചെയ്യും, എങ്ങനെ ഞാൻ പഠിക്കും, എനിക്ക് അങ്ങനെയൊക്കെയുള്ള ടെൻഷനായിരിക്കും കേട്ടോ. സ്കൂൾ വിടാൻ നേരമാകുന്ന ആ ഒരു സമയമാകുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷനൊക്കെ ആയിരിക്കും. പെട്ടെന്ന് വീട്ടിൽ പോകണം, പെട്ടെന്ന് പണി കഴിച്ചിട്ട് വേണം എനിക്ക് വേഗം പോയി ഹോംവർക്ക് ചെയ്യാൻ. കാരണം നമുക്ക് പഠനവും ഞാനപ്പോൾ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പഠിപ്പിനും. പക്ഷേ നമ്മൾ എത്ര കൊടുക്കാൻ നോക്കിയാലും നമ്മൾ വളരേണ്ട അത്രേ വളരുള്ളൂ എന്നുള്ളത് അറിയാം. അതായത് നമ്മുടെ പേരൻസ് എങ്ങനെയാണോ, എന്താ പറയുക, നമ്മുടെ പേരൻസ് മീൻസ് നല്ല പൊസിഷനിലാണെങ്കിൽ നമുക്കും അതുപോലെ നല്ല പൊസിഷനിലോട്ട് വരാൻ പറ്റും. അല്ലാതെ പാവപ്പെട്ട വീട്ടിലത്തെ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ട വീട്ടിലത്തെ 1-2 കുട്ടികൾ ചിലപ്പോൾ അങ്ങോട്ട് സക്സസ് ആവുമായിരിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എല്ലാവരും സക്സസ് ആവും എന്നൊന്നും ഞാൻ പറയില്ല. കാരണം എന്താ പറയുക, അത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ, നമ്മൾ എങ്ങനെയാണോ വളർന്നു വന്നത് അതനുസരിച്ച് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ. എനിക്ക് അതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കട എങ്ങനെയെങ്കിലും നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കുക, നമുക്ക് എന്താ പറയുക നമ്മുടെ ജീവിതം കുറച്ച് മെച്ചപ്പെടുത്തുക, എന്താ പറയുക 3 നേരവും ഭക്ഷണം കഴിക്കാനുള്ള ഒരു വക ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള ചിന്ത മാത്രമായിരുന്നു നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. വെറും കഞ്ഞിയും അതുപോലെ നമ്മൾ 5 രൂപയുടെ അച്ചാറിൻ്റെ പാക്കറ്റൊക്കെ മേടിച്ചിട്ട് എന്താ പറയുക കഴിച്ചിട്ടുള്ള ദിവസങ്ങളും നമുക്കുണ്ട് കേട്ടോ. 5 രൂപയുടെ 1 രൂപയുടെയൊക്കെ അച്ചാർ കിട്ടുമായിരുന്നല്ലോ പണ്ട്. ഇപ്പോഴും കിട്ടുന്നുണ്ട് അറിയാം. എന്നാലും അത് മാത്രം കഴിച്ചുകൊണ്ട് നമ്മൾ വളർന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മുടെ കടയൊന്ന് മെച്ചപ്പെടുത്തി എടുക്കണം, നമ്മുടെ ജീവിത സാഹചര്യം ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ കാലത്ത് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് നമ്മുടെ കയ്യിലിപ്പം എന്താ പറയുക, നമ്മുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോലി കിട്ടണമെന്നോ, അല്ലെങ്കിൽ നമുക്ക് നല്ലപോലെ വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജോലി കിട്ടണമെന്നോ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിൽ പൈസയും കൂടെ വേണം, എന്നാലേ നമുക്ക് മുകളിലോട്ട് പഠിക്കാനുള്ള സാഹചര്യമുള്ളൂ. കാരണം എൻ്റെ മുകളിൽ 2 ഏട്ടന്മാരുണ്ട്. അപ്പോൾ അവർ പഠിക്കുകയാണെങ്കിലല്ലേ, മീൻസ് അവർക്ക് മുന്നോട്ട് പഠിച്ചു പോകാൻ പറ്റുവാണെങ്കിലല്ലേ അതേ ഒരു സാഹചര്യത്തിലൂടെ എന്നെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ ഏട്ടന്മാരെ ഇപ്പോൾ പഠിപ്പിക്കാൻ അച്ഛൻ്റെ കയ്യിൽ പൈസ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എന്നെ പഠിപ്പിക്കാൻ പൈസ ഉണ്ടാവും അല്ലേ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടോ, എത്ര വിദ്യാഭ്യാസം ഉണ്ട്, അതിലൊന്നും അല്ല കാര്യം. നമുക്ക് വിദ്യാഭ്യാസം തരാനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും പഠിപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്താ പറയുക ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കണമെങ്കിൽ നമ്മുടെ പേരൻസ് അത്രയും ഉള്ളവരായിരിക്കണ്ടേ. എൻ്റെ പേരൻസ് എന്തായാലും അത്രയ്ക്കും ഉള്ളവരല്ല. കാരണം നമ്മൾ എന്താ പറയുക അത്രയും 4-5 പേര് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ കടയൊന്ന് മുന്നോട്ട് പോകുന്നത്, നമ്മുടെ ജീവിതം ഒന്ന് മുന്നോട്ട് പോകുന്നതെന്നുള്ള ആ ഒരു വിവരം എന്തായാലും എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക ഞാനൊന്നും അത്രയ്ക്കും വലിയ പൊസിഷനിലെത്തുന്നുള്ള ചിന്തയൊന്നും എന്തായാലും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുമില്ല ഒരുപാട് പഠിക്കണമെന്ന്. നമ്മുടെ കട എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ ഉച്ചയ്ക്ക് ശേഷം ഒഴിവായിരിക്കും കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസമായിരിക്കും നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത്. കാരണം അന്നത്തെ ദിവസം നമ്മൾ എന്താ പറയുക വേഗം പോയി TV ഒക്കെ വയ്ക്കും. പിന്നെ നമ്മൾ ആ ഒരു ദിവസം മൊത്തം TV കാണൽ ആയിരിക്കും കേട്ടോ. പിന്നെ അമ്മ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചിക്കൻ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന ദിവസങ്ങൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ ആയിരിക്കും. നമ്മൾ അതും എപ്പോഴും ഒന്നും വെക്കില്ല കേട്ടോ, വല്ലപ്പോഴും ആയിരിക്കും വെക്കുക. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള ഡേ ആയിരിക്കും, ആ ഒരു ദിവസം മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസമായിട്ട് ഉണ്ടാവുക. ബാക്കിയുള്ള എല്ലാ ദിവസവും നമുക്ക് പണിയെടുക്കലായിരിക്കും കേട്ടോ. രാവിലെ എണീക്കുക, വേഗം എന്താ പറയുക കടയിലത്തെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് വേഗം സ്കൂളിലേക്ക് റെഡിയായിട്ട് വേഗം സ്കൂളിലേക്ക് പോകും. അത് നടന്നിട്ടല്ലേ പോകുന്നത്. എന്താ പറയുക നല്ല എക്സസൈസൊക്കെ ആയിരുന്നു. 2 മണിക്കൂർ 2 കിലോമീറ്റർ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടേ. സ്കൂളിൽ പോകുന്ന വഴിക്ക് നടക്കണം, തിരിച്ച് വരുമ്പോഴും നടക്കണം, പിന്നെ പഠിപ്പ്, അത് കഴിഞ്ഞ് പിന്നെന്താ തിരിച്ച് കടയിലേക്ക് വരുന്നു. തിരിച്ച് കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 9 മണി വരെ പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണിയും കാര്യങ്ങളൊക്കെ കാണും. പണിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ കടയിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. കാരണം നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നമ്മൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അങ്ങനെ ഇരിക്കും.
അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു കുടുംബം സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, സമാധാനമായി ജീവിക്കുന്നു. അവരുടെ ജീവിതത്തിലോട്ട് എന്താ പറയുക കുറേ ഉയർച്ചകൾ വരുന്നു എന്നൊക്കെ കാണുമ്പോൾ എന്താ പറയുക ചുറ്റുമുള്ളവർക്കൊരു കണ്ണുകടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിലോട്ടും അങ്ങനത്തെ ഒരു സാഹചര്യം കയറി വന്നു കേട്ടോ. അതായത് ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ സ്ഥിരമായിട്ട് വരുന്നവർ അച്ഛനോട് ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അച്ഛൻ പോവില്ലായിരുന്നു. പിന്നീട് ഏതോ ഒരു സാഹചര്യത്തിൽ കച്ചവടമൊക്കെ കുറഞ്ഞ സാഹചര്യത്തിൽ എന്തായി, സ്ഥിരമായിട്ട് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഇവർ പൈസ മേടിച്ചിട്ട് പോകുന്നവരാ ഈ ഡ്രിങ്ക്സ് കുടിക്കാനും വേണ്ടിയിട്ട്, കള്ളു കുടിക്കാനൊക്കെ വേണ്ടിയിട്ടും അതുപോലെ ചീട്ട് കളിക്കാനൊക്കെ വേണ്ടിയിട്ടും സ്ഥിരമായിട്ട് അച്ഛനെ കൊണ്ട് ഇങ്ങനെ പൈസയൊക്കെ മേടിച്ചിട്ട് പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക എടാപോടാ ബന്ധമായി പോകുമല്ലോ. അപ്പോൾ ആ ഒരു ബന്ധത്തിലോട്ടൊക്കെ എത്തിയപ്പോൾ അച്ഛനെ ഇങ്ങനെ ക്ഷണിക്കാൻ തുടങ്ങി, നീയും കൂടെ വാ, നീയും കൂടെ കളിക്കാൻ വാ, കാരണം നിൻ്റെ കയ്യിലാണ് പൈസ. കാരണം ഞങ്ങളൊന്നും എന്താ പറയുക പണിക്കും പോവാതെ ജോലിക്കും പോവാതെ കള്ളും കുടിച്ച് ഇതുപോലെ ചീട്ടും കളിച്ച് നടക്കുവാണ്. പക്ഷെ നീ ആണെങ്കിൽ അങ്ങനെയല്ല, നീ നിൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ. നീ ആണെങ്കിൽ വീട് വെക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് അങ്ങനെ വെച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഓട് വീടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലൊരു റൂം എടുത്തു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക കൂടെയുള്ളവർക്ക് ഒരു കണ്ണുകടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നിൻ്റെ കയ്യിലാണല്ലോ പൈസ, അതെങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അടിച്ചെടുക്കണം. അപ്പോൾ വാ, നീ ചീട്ട് കളിക്കാൻ വാ, നീ കള്ളു കുടിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് ഡെയിലി അച്ഛനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അത് പിന്നെ നമുക്ക് സഹി കെട്ടു. കാരണം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരും കൂടെ കഷ്ടപ്പെട്ട് ഇരുന്ന് പണിയെടുക്കുന്നതല്ലേ. നമ്മൾ സ്കൂളിലും എന്താ പറയുക കറക്റ്റായിട്ട് പോവാതെ ഹോംവർക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ നമ്മൾ ഡെയിലി ഒരു ദിവസം പോലും നമ്മൾ റെസ്റ്റ് എടുക്കാതെ, വയ്യെങ്കിൽ പോലും റെസ്റ്റ് എടുക്കാതെ നമ്മൾ നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പണി ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഡെയിലി വന്നിട്ട് പൈസ മേടിക്കാനും പിന്നെ അവസാനം വെച്ചിട്ട് ഇങ്ങനെ അച്ഛനെ വിളിച്ചുകൊണ്ട് പോകലൊക്കെ ആയി. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയി എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കച്ചവടവും കാര്യങ്ങളും നമ്മുടെ ഫാമിലീൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം പോകാൻ തുടങ്ങി. കള്ളുകൂടിയൊക്കെ കാരണം സഹി കെട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക കട പൂട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു +1 ഒക്കെ പഠിക്കുമ്പോഴാണ് പിന്നെ കടയൊക്കെ പൂട്ടി. പിന്നെയാണ് നമ്മുടെ എന്താ പറയുക വീട്ടിലത്തെ ലൈഫ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ വീട്ടിലെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും കാലം നമ്മൾ വീട്ടിൽ അങ്ങനെ താമസിച്ചിട്ടില്ല. പിന്നെ കടയൊക്കെ അടച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീട്ടിൽ താമസിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ കട അടയ്ക്കുന്നതിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെ എന്താ പറയുക കടയൊന്നും അങ്ങനെ തുറന്ന് എന്താ പറയുക ഒരു സന്തോഷവും ഇല്ല, പിന്നെ അത് മാത്രമല്ല സേഫും അല്ലായിരുന്നു. കാരണം ഓൾറെഡി നമ്മുടെ കടയിൽ ഇതുപോലെ കള്ളു കുടിക്കുന്നവരും ഒക്കെ വന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ പിന്നെ എന്തായാലും ഒരു മോള് വളർന്നു വരികയല്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത അമ്മയ്ക്കുള്ളതുകൊണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ കട പെട്ടെന്ന് പിന്നെ ക്ലോസ് ആക്കുകയാണ് ചെയ്തത്. പിന്നെ അമ്മ എന്താ പറയുക ഏട്ടനാണെങ്കിൽ ഗൾഫിൽ പോയി, ഒരേട്ടനാണെങ്കിൽ പഠിപ്പ് നിർത്തി പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നെ ഞാനാണെങ്കിൽ പിന്നെ നഴ്സിംഗ് ചെയ്തു തുടങ്ങിയില്ല, ഞാനിപ്പോൾ +2 അങ്ങനെ എന്തോ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെയുള്ള എന്താ പറയുക നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ആ ഒരു സൺഡേ ആയിരിക്കും കേട്ടോ നമ്മുടെ ഫാമിലി ടൈം. അതായത് നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യും. കാരണം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എന്താ പറയുക TV കാണും. TV അധികവും നമ്മൾ KTV ഒക്കെ ആയിരിക്കും കേട്ടോ ആ സമയത്ത് വയ്ക്കുക. കാരണം അച്ഛൻ്റെ തമിഴ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛൻ കുറേ കാലം അതായത് നമ്മളൊക്കെ ഉണ്ടാകുന്നതിന് മുന്നേ അച്ഛൻ ചെറുപ്പം തൊട്ടേ എന്താ പറയുക അച്ഛൻ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഒരു 2 വയസ്സ് ആവുന്നത് വരെ അച്ഛൻ പുറത്തായിരുന്നു കേട്ടോ. അതായത് കോയമ്പത്തൂരൊക്കെ തന്നെയായിരുന്നു അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ബേക്കറിയിലൊക്കെ ആയിരുന്നു തോന്നുന്നു. എനിക്കങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക അച്ഛന് തമിഴ്നാടുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ അധികവും തമിഴൊക്കെ ആയിരിക്കും കേട്ടോ, തമിഴ് മൂവീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വയ്ക്കുക. അപ്പോൾ നമ്മളും അതൊക്കെ തന്നെ ഇരുന്ന് കാണും. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കാണാൻ ചൈനീസ് മൂവിയൊക്കെ തമിഴിൽ വരുമായിരുന്നു, അതുപോലെ ഇംഗ്ലീഷ് മൂവീസും കാര്യങ്ങളൊക്കെ. അതായത് സൺഡേ ഉച്ചയ്ക്ക് ശേഷം ഒരു എന്താ പറയുക ഒരു 2 മണിക്കായിരുന്നു തോന്നുന്നു. കറക്റ്റ് 2 മണിയാകുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും TVൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ടാവും. അപ്പോഴും പാവം അമ്മയ്ക്ക് മാത്രമായിരിക്കും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാവില്ല, അമ്മയ്ക്ക് മാത്രമായിരിക്കും അപ്പോഴും പണി. പക്ഷെ നമ്മളെല്ലാവരും ഭയങ്കര റെസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു ദിവസമായിരിക്കും നമ്മൾ ശരിക്കും ഫാമിലി ടൈമായിട്ട് നല്ലപോലെ അടിച്ചു പൊളിക്കുന്നുണ്ടാവുക. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടൊക്കെ തന്നെ ആയിരിക്കും. രാവിലെ എണീക്കുക, പണി ചെയ്യുക, നമുക്ക് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ആ ഒരു ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് സന്തോഷം അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് മിണ്ടാനും പറയാനും ചുറ്റും ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കിങ്ങനെ മിണ്ടാനും സംസാരിക്കാനും ഒന്നും ആരുമില്ല. ഏട്ടനാണെങ്കിലും ഫുൾ ടൈം ബിസിയാണ്. ഏട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ എന്തായാലും ജോലി റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷേ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴും ഒന്നും ചെയ്യുന്നില്ല, ഞാൻ വീട്ടിൽ മിണ്ടാതിരിക്കുമല്ലേ.
അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബോറടിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ. ഞാനത് മുഴുവനായിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ ബാക്കി സ്റ്റോറി ഇടുന്നതായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ബാക്കി സ്റ്റോറി വേണമെങ്കിൽ. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അതായത് ഞാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ഷെയർ ചെയ്തില്ലെങ്കിൽ പോലും എൻ്റെ ലൈഫ് എങ്ങനെയാണെന്നുള്ളത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് പറ്റുന്ന അത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. നെഗറ്റിവിറ്റി തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് തന്നെ ആയിരിക്കും ബാക്കിയുള്ള എല്ലാം ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഉറപ്പായിട്ടും കമൻറ്റിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം. പിന്നെ മാത്രമല്ല, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ എന്താ പറയുക, ഇത് ടു ബി കണ്ടിന്യൂ ആണ്. കാരണം എൻ്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറി ഉണ്ട് പറയാൻ. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ലൈഫ് തന്നെ കുറച്ച് ഇതായിരുന്നു. അതായത് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഞാനിടാം. ആദ്യം ഞാൻ എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത്. എൻ്റെ ലൈഫിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് ഞാൻ എൻ്റെ എന്താ പറയുക ചെറുപ്പ കാലഘട്ടങ്ങളിലാണ്. അതായത് എൻ്റെ പാരൻസിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക ഏറ്റവും കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്തിട്ടുള്ളതും ആ ഒരു സമയത്താട്ടോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ എന്താ പറയുക കുട്ടിക്കാലത്തെ സ്റ്റോറി ഞാൻ ആദ്യം ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്റ്റോറി വേണമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.